Praise the Lord. Hallelujah. മുപ്പത്തിനാലാം സങ്കീർത്തനം. ദാവീദ് പാടിയ സങ്കീർത്തനം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ദാവീദ് നമുക്ക് പറഞ്ഞു തരികയാണ്. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ദാവീദിനെ സാവൂള് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഓടിച്ചു നടക്കുന്നൊരു സമയമാണ്. ദാവീദിനോട് അസൂയ തോന്നിയ സാവൂള് ദാവീദിനെ കൊല്ലാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ അങ്ങനെ ദാവീദ് കൊട്ടാരം വിട്ടിറങ്ങി ഓടുക. അപ്പോൾ അങ്ങനെ ഓടിപ്പോയ ദാവീദ് അബീമേലെക്ക് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അടുത്ത് ചെന്ന് ആശ്രയം തേടുകയാണ്. അപ്പോൾ സാവൂളിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബീമേലെക്കിൻ്റെ മുമ്പിൽ ചെല്ലുന്നു. അവിടെ അദ്ദേഹം ബുദ്ധിഭ്രമം നടിക്കുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ, ഒരാളെ പോലെ അഭിനയിച്ച് അയാളുടെ സിമ്പതി പറ്റി ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ അല്ലെങ്കിൽ സംരക്ഷണം തേടാൻ വേണ്ടി ദാവീദ് നടത്തുന്നൊരു പരിശ്രമമാണ്. പക്ഷേ അവിടെ നിന്ന് ദാവീദ് ആട്ടി ഓടിക്കുകയാണ്. ദാവീദിനയാൾ ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, ഗതിയില്ലാതെ പരഗതിയില്ലാതെ ഓടുന്നൊരു സമയമാണ്. ആ സമയത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്നത്. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കാണിക്കുന്ന ഒരു വലിയ അബദ്ധമാണത്. നമ്മൾ മറ്റുള്ളവരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി, പരിഗണന കിട്ടാൻ വേണ്ടി, സ്നേഹം കിട്ടാൻ വേണ്ടി, സഹായം കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ കുറേ നമ്പറുകൾ പ്രയോഗിക്കുന്നവരാണ്. അത് കുടുംബജീവിതത്തിലായാലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ഭാര്യ ഭർത്തൃ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്കെന്തോ ഭയങ്കര പ്രശ്നമുണ്ടായി അങ്ങനെ അഭിനയിക്കുക. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കും എന്താണ് പ്രശ്നം. ഉടനെ നമ്മൾ പറയും അതിങ്ങനെയാണ്, എനിക്കാകെ സങ്കടമാണ്, ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ മാതാപിതാക്കളിങ്ങനെ വിഷമവും സങ്കടമൊക്കെ കാണിക്കുക. അങ്ങനെ മക്കളുടെ പ്രീതി പറ്റുക, അല്ലെങ്കിൽ അവരെ നേരെയാക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇങ്ങനെ ഇതേപോലെ ബുദ്ധിഭ്രമം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ചേർന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കുകയാണ്. അപ്പം നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉടനെ ഭയങ്കര നമ്മളോട് സിമ്പതി തോന്നും. ഉടനെ അവർ നമ്മളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും. ഇനിയിപ്പോൾ ബാക്കി സഹായമാണെങ്കിലും, നമുക്കൊരു സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോഴും നമ്മൾ ഇതുപോലെയൊക്കെ കുറേ പ്രാരാബ്ധങ്ങളും കുറേ കഥകളും കുറേ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ സിമ്പതി നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രവണത നമ്മളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ കാണിക്കുന്നത് കൊണ്ട്
ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശത്രു വലുതാകുമ്പോൾ നമ്മൾ താഴ്ന്നു നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുപോലെ സങ്കടവും ആവലാതികളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അവതരിപ്പിച്ച് അവരുടെ സിമ്പതി നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. ഇനി നമ്മൾക്ക് അധികാരവും ശക്തിയും ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ നേരെ വിപരീതം മറ്റുള്ളവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമം. ഈ രണ്ട് പരിശ്രമങ്ങളും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാഴ്വേലയാണ്. ദാവീദ് ഇതുപോലെ കുറേ ബുദ്ധിഭ്രമമൊക്കെ നടിച്ച് അബിമേലെക്കിൻ്റെ മുമ്പിൽ ഒരു ഫേവർ കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ നടന്നിട്ട് ഒരു ഗുണമുണ്ടായില്ല. ഉടനെ ദാവീദിന് കാര്യം മനസ്സിലാകണം, ഞാൻ വെറുതെ ഈ മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് എന്ത് കാര്യം, എൻ്റെ ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ചിട്ട് എന്ത് കാര്യം. ദാവീദ് ഉടനെ ദൈവത്തെ വിളിക്കുകയാണ്. കർത്താവിനെ ഞാനെന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിലാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. അപ്പം ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ള ഒരു വലിയ അബദ്ധം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാണും. അപ്പോൾ ഇവിടെയാണ് ദാവീദ് ആ അബദ്ധം മനസ്സിലാക്കി അവൻ തിരുത്തുകയാണ്. ഇതേപോലെ സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് ഇതിൻ്റെ മറുവശം ഒരു പ്രാവശ്യം ഓടി ബലഹീനനായിരിക്കുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ദാവീദ് വേറൊരാളുടെ മുമ്പിൽ ബുദ്ധിഭ്രമം ശ്രമിച്ച് ഫേവർ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഔദാര്യം കിട്ടാൻ വേണ്ടി, അവരൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി, ഒരു സഹായം കിട്ടാൻ വേണ്ടി അവനിങ്ങനെ ബുദ്ധിഭ്രമം നമിച്ചു. എന്നാൽ 2 സാമുവേലിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് രാജാവായി വീണ്ടും വലിയ യുദ്ധങ്ങളൊക്കെ ജയിച്ച് വലിയ മഹാരാജാവായി നിൽക്കുന്ന സമയം. അപ്പോൾ ദാവീദ് ഒരു ജനസംഖ്യ ഇതെടുക്കുന്നുണ്ട്. അപ്പോഴും ദൈവത്തിൻ്റെ കോപം ദാവീദിൻ്റെ മേൽ വരികയാണ്. അപ്പം നമ്മൾ 2 രീതികളിലും നമ്മളിൽ നിന്ന് ഇങ്ങനെ ഒരു ഫുളിഷ്നെസ് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു രാജാവായി വലിയ കപ്പാസിറ്റി ആയി കഴിയുമ്പോൾ ദാവീദ് ഇങ്ങനെ സൈന്യത്തിൻ്റെ ബലം എണ്ണം എണ്ണി, കുതിരപ്പടയാളി എത്ര, കാലാൽപ്പടയാളി എത്ര, നമ്മുടെ സൈന്യത്തിൽ എത്ര പേരുണ്ട്, ഇതിൻ്റെയൊക്കെ എണ്ണം എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് അല്ലേ, ഇത്രയും പേര് നമ്മുടെ കൂടെ ഉണ്ട്. ആ വിഡ്ഢിത്തരം നമ്മളൊക്കെ കാണിക്കാറുണ്ട്. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ സ്ഥാനമാനങ്ങളിൽ, നമ്മുടെ കുടുംബ പേരിൽ, തൊഴിലിലൊക്കെ, അതിൻ്റെയൊക്കെ ആശ്രയിക്കുന്ന, അതിലൊക്കെ അഭിമാനം കൊള്ളുന്ന, അതിലൊക്കെ എന്താ പറയുക, സന്തോഷിക്കുകയും അതിലൊക്കെ ആശ്രയിക്കുന്ന ഒരു രീതി വരികയാണ്. ആ സമയം തന്നെ ദാവീദിൻ്റെ അടുക്കലൊരു ദൂതൻ വരികയാണ്. ഒരു പ്രവാചകൻ വന്നിട്ട് പറയാം, നീ ദൈവത്തിനെതിരായി വലിയ പാപം ചെയ്യുകയാണ്, നിൻ്റെ രാജ്യത്തിൻ്റെ മേലൊരു മഹാമാരി വരാൻ പോവാണ്, ദൈവത്തിൻ്റെ കോപം വരണം. കാരണം ഇത്രയും നാൾ നിന്നെ നടത്തിയ ദൈവം ഇന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചിന്ത വരികയാണ്, ഞാൻ എന്തോ ആയി, അതുകൊണ്ട് ഇനിയിപ്പം നമ്മളിതൊക്കെ നോക്കിയും കണ്ടൊക്കെ ജീവിക്കണം അല്ലേ. നമുക്കൊക്കെ സമ്പത്തൊക്കെ കൂടി വരുന്ന കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ്. ദാരിദ്ര്യം പട്ടിണി അടിച്ച് നടക്കുമ്പോൾ എല്ലാവൻ്റെയൊക്കെ പുറകെ നടക്കുമ്പോൾ, കടവ് വാങ്ങി നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഭാവിയെക്കുറിച്ചൊന്നും ചിന്തയൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും ജീവിക്കുക, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമ്മൾ ഇടപെടും. കുറച്ച് അത്യാവശ്യം സംവിധാനമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഉടനെ ഇനി കുറച്ച് അവിടെ ഡെപ്പോസിറ്റ് ഇടാം, കുറച്ച് ഇവിടെ ഡെപ്പോസിറ്റ്, കുറച്ച് അങ്ങനെ ചെയ്യണം. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ സമ്പത്തെടുക്കുക എന്നുള്ള കാൽക്കുലേഷൻസിലേക്കൊക്കെ നമ്മൾ വരികയാണ്. ആ നിമിഷം സ്വർഗം നമ്മളെ കൈവിടും. ഇതാണ് ആദ്യ പാപത്തിൽ നമ്മൾ കാണുന്നത്. ആദ്യ പാപത്തിൽ ആദത്തിനും ഹവ്വയ്ക്കും പറുദീസ നഷ്ടമായെന്ന് പറയും. എന്തുകൊണ്ടാണ്? അവർ സ്വയം ദൈവങ്ങളാകാൻ തീരുമാനം. ഈ ടെൻഡൻസി നമ്മളിലും ഉണ്ട്.
അപ്പം നമ്മുടേതായ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ സ്വാധീനവും നമ്മുടെ കൂടെയുള്ള സാധനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അങ്ങനെ സ്വയം ദൈവങ്ങളായും സ്വന്തം പദ്ധതികളും സ്വന്തം സമ്പത്തിലും കഴിവിലും നമുക്കുള്ള സംവിധാനങ്ങളിലും ആശ്രയിച്ച് ജീവിച്ചിട്ട് മഹാമാരി വരുമ്പോൾ, യുദ്ധം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പം നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവം നമ്മളിൽ ഇടപെടത്തില്ല. 2, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ വല്ലവരെ സിമ്പതി കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ നമ്മൾ ചില രോഗപീഠ നമ്മളിപ്പോൾ വഴിയിലൊക്കെ ആൾക്കാരെ കാണും അല്ലേ, നമ്മൾ സാറേ 2 ദിവസമായി എല്ലാം കഴിച്ചിട്ട് എല്ലാം തരണേ, ഇങ്ങനെ നമ്പർ അടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെയൊക്കെ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഔദാര്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല. എങ്കിലും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ദരിദ്രനായിരിക്കുന്നവർ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടില്ല. നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരായിരിക്കും, നിങ്ങളുടെ ഔദാര്യത്തെ ചൂഷണം ചെയ്യുന്നവരാണ്. യഥാർത്ഥ ദാരിദ്ര്യത്തിലുള്ളവർ അവർക്ക് മുമ്പിൽ നമ്മുടെ മുമ്പിൽ കൈനീട്ടാൻ അവരുടെ അഭിമാനം അവരൊരിക്കലും അനുവദിക്കില്ല. നമ്മളവരെ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നവരെ ദാരിദ്ര്യം അവരെ ചൂഷണം ചെയ്യാൻ വരുന്നവരാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ദാവീദ് അബിമലാക്കിൻ്റെ സഹായം നേടാൻ വേണ്ടി ഒരു നമ്പർ അടിക്കുകയാണ്. അബിമലാക്ക് അവിടെ നിന്ന് പിടിച്ച് ചവിട്ടി പുറത്താക്കുകയാണ്. ഉടനെ ദാവീദിന് കാര്യം മനസ്സിലായി, ഞാൻ എന്ത് വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്. ഇത്രമാത്രം എന്നെ വഴി നടത്തിയ, എന്നെ സഹായിച്ച, എൻ്റെ വേദനകളും ദുഃഖങ്ങളും എന്നെ രക്ഷിച്ചവൻ, അവനിൽ ആശ്രയിക്കാതെ ഒരു പ്രതിസന്ധി വന്നപ്പം ഞാൻ എൻ്റെ ബുദ്ധിയിലും ആശ്രയിച്ച് മനുഷ്യരിൽ ആശ്രയിച്ചു പോയ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണത്. അപ്പം നമ്മൾ ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ വരുമ്പം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മളിൽ ദൈവത്തിലുള്ള ആശ്രയത്വം ഉണ്ട്, എവിടെയൊക്കെ ഞാൻ ഇതുപോലത്തെ വിഡ്ഢിത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ കാണിച്ചു, അതിനെല്ലാം ഓർത്ത് നമ്മളൊന്ന് അനുതപിക്കാം. കാരണം നമുക്കും ഇതുപോലെ മനുഷ്യപ്രീതി, മനുഷ്യൻ്റെ സഹായം, നമ്മുടെ പ്രശ്നങ്ങളിൽ മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടുന്ന, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തൊക്കെ പല പ്രശ്നങ്ങളെ, ആൾക്കാരെയൊക്കെ ഇങ്ങനെ ആക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ട്, വളരെയധികം ഉള്ളതാണ്. അത് നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവിടെയാണ് നമ്മൾ പൊട്ടക്കിണറിൽ കിടക്കുന്ന ജോസഫും കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെയും സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെയും തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന യോനായെയൊക്കെ നമ്മൾ കാണുന്നത്. യോന ഒരു സെപ്പറേറ്റ് മനുഷ്യനാണ്. യോന 3 ദിവസം തിമിംഗലിൻ്റെ വയറ്റിൽ കിടന്ന് ഇതേപോലെ പല നമ്പറുകൾ പ്രയോഗിച്ചവനാണ്. ഒരു രക്ഷയില്ലാതായി കഴിഞ്ഞപ്പോൾ യോനയുടെ പുസ്തകം 2:10 വായിക്കുന്നുണ്ട്. അവൻ ഏറ്റു പറയാണ്, കർത്താവിൽ നിന്നാണ് രക്ഷ. അതുവരെ പഠിച്ച 3 ദിവസമായി അത് പറയാൻ വേണ്ടി അവൻ 3 ദിവസം എടുത്തു. ആ 3-ാം ദിവസം യോന ഗതികെട്ട് ചാകാറായപ്പം യോന പറയാണ്, കർത്താവിൽ നിന്നാണ് രക്ഷ. ആ പ്രൊക്ലമേഷൻ നടത്തുന്ന സമയം തിമിംഗലം യോനായെ തുപ്പുകയാണ്. എന്നാൽ മറ്റ് 3 പേരെ നമ്മൾ കാണുന്നുണ്ട്. സിംഹക്കുഴിയിൽ കിടക്കുന്നവനും പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവനും കാരാഗ്രഹത്തിൽ കിടക്കുന്നവനും ഇതുപോലെ നമ്പറുകൾ ഇടുന്നില്ല. പൗലോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ തന്നെ ബോധം കെട്ട് വീഴുക. ശീലാസ് ഉടനെ പൗലോസിനെ താങ്ങി പിടിക്കുക. അപ്പോൾ അവിടെയുള്ള പരിചാരം എന്തു പറ്റി, ഇയാൾക്ക് ഭയങ്കര ഹാർട്ട് പ്രോബ്ലമാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും കിടക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കണം അല്ലേ. നമ്മളിങ്ങനത്തെയൊക്കെ നമ്പറുകൾ അടിച്ച് നമ്മുടെ ജീവിതത്തിൽ താൽക്കാലിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്ന പമ്പര വിഡ്ഢികളാകരുത് എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്.
ആ നിമിഷം നിന്നിൽ നിന്നും ദൈവം മാറി നിൽക്കും. എന്നാൽ ഈ മനുഷ്യരൊക്കെ അവരുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളുടെ നടുവിലും അവരവരുടെ ബുദ്ധിയിലോ അവരുടെ കഴിവിലോ മറ്റുള്ളവരിലോ ആശ്രയിക്കുന്നില്ല. അവർ ദൈവത്തെ മഹത്വപ്പെടുന്നു. ദൈവത്തിലുള്ള അവരുടെ വിശ്വാസത്തെ അവർ ഏറ്റുപറയുകയാണ്. ആ നിമിഷം സ്വർഗം നമ്മുടെ രക്ഷയ്ക്കായിട്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മേഖലകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാത്തതിൻ്റെ കാരണം നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നമ്മളും കുറേ നമ്പറൊക്കെ കാട്ടി കുറേ ദേഷ്യം, കുറേ പരിഭവം, അല്ലെങ്കിൽ കുറേ സങ്കടം, കുറേ ബോധക്ഷയം, ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ഭിക്ഷക്കാർ കാണിക്കുന്ന നമ്പറടിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലരുത്. അങ്ങനെ വിഡ്ഢിത്തരം കാണിച്ചാൽ നമ്മളെ സഹായിക്കുന്നവനല്ല ദൈവം. നമ്മുടെ ചുറ്റുപാട് ഇതുപോലെ കുറേ മനുഷ്യരുണ്ട്, കാലയിൽ വെച്ച് കെട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വല്ലതും തരണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവരാരും യഥാർത്ഥത്തിലുള്ള പ്രശ്നക്കാരല്ല. യഥാർത്ഥ പ്രശ്നക്കാർ അല്ലെങ്കിൽ ദരിദ്രൻ, ആവശ്യക്കാരനെ നീ കണ്ടെത്തണം. അവൻ്റെ ഭവനത്തിൽ ചെല്ലണം. അവനെ കണ്ടെത്തി നീ സഹായിക്കേണ്ടവനാണ്. ബാക്കിയുള്ളവരെല്ലാം നമ്മളെ ചൂഷണം ചെയ്യുന്നവരാണ്. ഇതേപോലത്തെ ഭിക്ഷക്കാരൻ്റെ നമ്പറുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലരുത്. ആട്ടിപ്പുറത്താക്കും. എന്നിട്ട് വഴി കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ സ്വർഗം ഇടപെടാത്തതിൻ്റെ കാരണം നീ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്നില്ല. നമ്മൾ ഒരു കൈ ദൈവം പിടിച്ച് മറു കൈ കൊണ്ട് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലൊക്കെ ആശ്രയിച്ച് നിൽക്കുന്ന അവസ്ഥകളുണ്ട്. ഇങ്ങനെയൊക്കെ എപ്പോഴൊക്കെ നമ്മളങ്ങനെ ആശ്രയിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മളിലുള്ള ദൈവവിശ്വാസത്തെ നമ്മൾ നിരാകരിക്കുകയാണ്. അങ്ങനെ നിരാകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സാത്താൻ കൊണ്ടുവരും. അപ്പം ഇവിടെയാണ് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ജോസഫിനെ നമ്മൾ കാണുക. അവൻ അവിടെ കിടന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവന് അവിടുന്ന് അടുത്ത നമ്പർ സഹോദരന്മാരുടെ അനുകമ്പ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാരുടെ അനുകമ്പ കിട്ടാൻ വേണ്ടി പുതിയ നമ്പറൊന്നും അവൻ പ്രയോഗിക്കുന്നില്ല. കാരണം ഹീ ബിലീവ്സ് ഇൻ ഹിസ് ഗാഡ്. എന്നെ പൊട്ടക്കിണറ്റിലിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി, കാലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഒരു മുഖം, എന്നോടുള്ള ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു പുതിയ മുഖം ദർശിക്കുവാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം ദൈവത്തിൻ്റെ ആ കരം, കാരണം കാരാഗ്രഹത്തിൽ കിടക്കുന്ന എന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന എങ്ങനെയാണ് ദൈവം എന്നെ ഉയർത്താൻ പോകുന്നതെന്ന് നോക്കുകയാണ്. കാരണം തൻ്റെ മക്കളെ ഒരിക്കലും കൈവിടില്ല. ഇതുപോലെ നമ്മൾ കാൽവരി മലയിലെ കുരിശിൻചോട്ടിലും കാണുന്നുണ്ട്. ഒരമ്മയും മകനും അതിഭയാനകവും ഭീകരമായ വേദനയിലൂടെ കടന്നു പോവുകയാണ്. അനീതി, അക്രമം, തോന്നിയവാസം, പീഡനങ്ങൾ, ശാപങ്ങൾ, കുറ്റാരോപണങ്ങൾ എല്ലാം നടത്തുമ്പോൾ അവർ രണ്ടുപേരും നമ്പറുകളൊന്നും അടിക്കുന്നില്ല. നമ്മളെപ്പോലെ ഉടനെ മാതാവ് ബോധം കെട്ട് വീഴുക. അപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുക, എന്താണ് കാര്യം? അയ്യോ, എൻ്റെ മകൻ പാവം, അവനൊന്നും ചെയ്യാത്തവനാണ്. ഇങ്ങനെ പീലാത്തോസിൻ്റെ മുമ്പിൽ ബോധം കെട്ട് വീഴുക, അല്ലെങ്കിൽ റോമൻ സെഞ്ചൂറിയന്മാരെടുത്ത് പടത്തലവന്മാരുടെ മുമ്പിൽ ബോധം കെട്ട് വീഴുന്ന മറിയത്തെയൊന്നും കാണുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ എന്തോരം നമ്പറുകളടിച്ച് ജീവിക്കുന്നവരാണെന്ന് ആലോചിക്കണം. നല്ലതാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ നമ്പർ അടിക്കുമ്പോഴും ദൈവത്തെ നീ നീക്കിക്കളയാണ്. ഗോഡ് ഈസ് മൂവിങ് എവേ ഫ്രം യു. കാൽവരി മല കുരിശിൽ കിടക്കുന്ന യേശുവും ഇതുപോലെ നമ്പറുകളൊന്നും അടിക്കണമെന്നില്ല. അകാരണമായിട്ടാണ് അവനെ കുറ്റപ്പെടുത്തുന്നത്, ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷിക്കുന്നത്. ഉടനെ ന്യായീകരിക്കുവാൻ വേണ്ടി, ഒരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി പീലാത്തോസാണ് കുറ്റം വിധിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് സീസറിൻ്റെ അടുത്തൊരു പെറ്റീഷൻ കൊടുക്കാം. അങ്ങനെ അടുത്ത തലത്തിൽ ആലോചിക്കുന്നൊന്നുമില്ല. അവരെല്ലാം ദൈവത്തിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ,
അങ്ങനെ ശരണപ്പെടുന്ന അവരെല്ലാ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാരുണ്യത്തിൻ്റെ ശക്തി പ്രകടമാകുകയാണ്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ ആ യേശുവിനെ കുരിശ് മരണത്തിൽ നിന്നും കല്ലറ ഉയർപ്പിച്ച ശക്തി, ജോസഫിനെ പൊട്ടക്കിണറ്റിൽ ഉയർപ്പിച്ച ശക്തി, ദാവീദിൻ്റെ സിംഹത്തിൻ്റെ വായ മൂടിയ ശക്തി, ദാവീദിന് സിംഹക്കുഴിയിൽ പ്രഭാതഭക്ഷണം കൊടുത്ത ഹബക്കുക്കിൻ്റെ പ്രവാചകൻ വഴി പ്രഭാതഭക്ഷണം കൊടുത്ത ആ ദൈവത്തിൻ്റെ കരുണയുടെ ശക്തി, കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസിൻ്റെയും സീലാസിൻ്റെയും ചങ്ങലകൾ അഴിച്ച ആ ശക്തി നിൻ്റെ ജീവിതത്തിൽ ദൃശ്യമാകുന്നില്ലെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: നീ ദൈവത്തിൻ്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിച്ച് നമ്പറടിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നമ്പറടിച്ചൊന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടില്ല. തൻ്റെ പ്രിയപുത്രനായിട്ട് ബലിയർപ്പിക്കാൻ പോകുന്ന അബ്രാഹത്തെ നമ്മൾ കാണുന്നുണ്ട്. മകൻ ചോദിക്കപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗം എവിടെ? അബ്രഹാം പറയുന്നുണ്ട്, ഗോഡ് വിൽ പ്രൊവൈഡ്. അങ്ങനെ 100 വർഷമായി തന്നെ പരിപാലിച്ച് വളർത്തിയിരുന്ന ദൈവത്തിലാണ് അവൻ ആശ്രയം. അവിടെ അബ്രാഹാം ഉടനെ ഇസഹാക്കിന് മുമ്പിൽ നമ്പറുകളൊന്നും അടിക്കുന്നില്ല. ഹാർട്ട് പ്രോബ്ലമായിട്ട് അയ്യോടാ എനിക്കാകെ നെഞ്ചുവേദന വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്പറൊന്നുമില്ല. ഗോഡ് വിൽ പ്രൊവൈഡ്, ലെറ്റ് us വാക്ക്. അങ്ങനെ ദൈവത്തിലുള്ള ആശ്രയം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും ഓരോ വെല്ലുവിളികളും ദൈവത്തിൽ അടുത്തൊരു സ്റ്റെപ്പിൽ ആശ്രയിക്കുവാൻ, നിൻ്റെ വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ സാത്താൻ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിയിലും ആശ്രയിച്ച് അതിനെ അതിജീവിക്കാനുള്ള പല വഴികളും നമുക്ക് പറഞ്ഞു തരും. ജെറമ്യായുടെ പുസ്തകം 17 പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യം നിറഞ്ഞതാണ്. നമ്മുടെ ഹൃദയം നമ്മളെക്കൊണ്ട് ഇങ്ങനത്തെ കുറേ നമ്പറുകൾ ചെയ്യിപ്പിക്കും. പിന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ദാവീദിൻ്റെ പോലെ പറയാം, ഞാൻ കർത്താവിനെ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ, എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഇതുപോലെ മനുഷ്യരിലും നാട്ടുകാരിലും വീട്ടുകാരിലും ആശ്രയിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആ മണ്ടൻ പരിപാടി ഇന്ന് ഉപേക്ഷിക്കാൻ ഇവിടെ ഇരിക്കുന്ന അനേകം മനുഷ്യരോട് കർത്താവ് പറയുകയാണ്. അങ്ങനെ നിങ്ങൾ നടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രതിസന്ധികൾ കൂടുമെന്നല്ലാതെ അതിലൊരിക്കലും ദൈവം ഇടപെടില്ല. എന്നാൽ ജോസഫിനെ പോലെ, ദാവീദിനെ പോലെ, ദാനിയേലിനെ പോലെ, പൗലോസിനെ പോലെ, അബ്രാഹത്തെ പോലെ ദൈവത്തിൽ ശരണപ്പെടണം. ദൈവമാണ് എൻ്റെ രക്ഷ. അത് അല്പനേരം ഇതിന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. നിൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചില പ്രതിസന്ധികളൊക്കെ ദൈവം അനുവദിക്കുന്നത്. ആ പ്രതിസന്ധിയുടെ നടുവിൽ നിൻ്റെ കർത്താവിലുള്ള വിശ്വാസത്തെ നീ പ്രകീർത്തിക്കണം, ഏറ്റുപറയണം. അവൻ കരുണയുള്ളവനാണ്, അവൻ നല്ലവനാണ്, അവൻ സർവശക്തനാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ കാരുണ്യത്തെ നീ പ്രകീർത്തിച്ചുകൊണ്ടും ആ കാരുണ്യത്തോട് വിശ്വസ്തത പുലർത്തണം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കരുണയോട് നമ്മൾ വിശ്വസ്തത പുലർത്തണം. വിശ്വസ്തത എന്ന് പറയുന്നത് അതാണ് ദൈവത്തിലുള്ള ആശ്രയത്വം. നമ്മൾ നമ്മുടെ ബുദ്ധിയിലും കഴിവിലും ആശ്രയിക്കരുത്. ഞാൻ നിന്നിലാണ് ശരണപ്പെടുന്നത്, നീ എന്നെ രക്ഷിക്കും എന്ന് ഞാൻ ഏറ്റുപറയുന്നു. നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ നാഥനാണ്, നീ കരുണയുള്ളവനാണ്, നീ എന്നെ പരിപാലിക്കുന്നവനാണ്. അപ്പോൾ നമ്മുടെ പ്രതിസന്ധികളിൽ ഈ വാക്കുകൾ, ഈ സ്തുതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അതിന് പകരം കുറേ കൊരട്ട് ബുദ്ധിയും കുറേ മണ്ടൻ പദ്ധതികളും വെച്ചിട്ട് നമ്മളെ ദൈവത്തെ കൊണ്ട് ഏതെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ഈ വഴി കൂടി നടക്കുന്ന പിച്ചക്കാരെ പോലെ ദൈവത്തിന് മുമ്പിൽ നമ്പർ വെച്ച് കെട്ടി, തലയിൽ കെട്ടി, മഷിയൊഴിച്ച് ഞൊണ്ടി നടന്ന് അവരെന്തേലും വാങ്ങുന്നത് പോലെ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടില്ല. ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടത്, നിനക്ക് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയത്വവും നീ പ്രകടിപ്പിക്കണം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ ഈ കരുണ ഇന്ന് മറ്റേത് കാലഘട്ടത്തേക്കാൾ ഈ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്.
മനുഷ്യചരിത്രം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ ലോകം കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. എന്നിട്ടും ഈ ലോകം ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. അതുപോലെ സ്വന്തം ബുദ്ധിയും കഴിവും പദ്ധതിയൊക്കെ വെച്ച് നടക്കുക. അതുപോലെ നമ്മളാകരുത്. അങ്ങനെ നമ്മളും ഈ ലോകത്തിലെ മക്കളെ പോലെ, പിച്ചക്കാരെ പോലെ എന്തെങ്കിലും നമ്പർ കാട്ടി ആരെങ്കിലുമൊക്കെ ആശ്രയിച്ച് വെറുതെ എനിക്കെന്തോ കഴിവുണ്ടെന്ന് കാരണം പേടിപ്പിച്ച്, മറ്റുള്ളവരെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയൊന്നും ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലൊന്നും നടക്കില്ല. അങ്ങനെ കാണിക്കുന്നതിനൊന്നും ജീവിതത്തിൽ ദൈവം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊക്കെ അഭിനയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ചാൽ ഇന്നും നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ആ സ്നേഹം തയ്യാറാണ്. അവനുള്ള വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയണം. 27-ാം സങ്കീർത്തകൻ ദാവീദ് തന്നെ പറയുകയാണ്, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ അരുളുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും ആ സ്നേഹം നമ്മളെ വാരിയെടുക്കാൻ തയ്യാറുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ശക്തി പ്രകടമാകാനുള്ളതാണ്. പക്ഷെ നമ്മൾ പൊട്ടത്തരം കാണിച്ച് ആ ദൈവത്തെ നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ എളിമയോടെ, അനുതാപത്തോടെ, നമ്മൾ ഈ ചുറ്റുപാടും മനുഷ്യരുടെ ഇടയിൽ കാണിക്കുന്ന നമ്പർ ദൈവത്തിനടുത്ത് പോയി കാണിക്കരുത്. അത് വിഡ്ഢിത്തരമാണ്. മനുഷ്യരെ കുറച്ച് പല രീതിയിൽ നമുക്കൊക്കെ പറ്റിക്കാൻ പറ്റും. നമ്മുടെ ഭാര്യമാരെയും മക്കളെയും ജീവിത പങ്കാളിനെയും അല്ലെങ്കിൽ വേലക്കാരെയും പണിക്കാരെയും നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമുക്ക് നമ്പർ അടിച്ച് കാണിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിന് മുമ്പിൽ അതേ നമ്പർ പ്രയോഗിക്കുന്ന നീ വിഡ്ഢിയാവും, നീ പരാജിതനാവും. അതുകൊണ്ട് ഇതുപോലെ കാണിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിനോട് അനുതപിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. കാരുണ്യവാനാണ്. ഈ കാരുണ്യത്തെ നീ പ്രകീർത്തിക്കണം, ഏറ്റുപറയണം. കരുണ ലഭിക്കണമെങ്കിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ കാരുണ്യത്തോടെ നീ വിശ്വസ്തനായിരിക്കണം. 2, ഈ കാരുണ്യത്തെ നീ ഏറ്റുപറഞ്ഞുകൊണ്ട് വേണം ദൈവത്തിൻ്റെ കരുണ യാചിക്കുവാൻ. അതുകൊണ്ട് ആ കരുണയിൽ വിശ്വസിച്ചിരുന്നവനാണ് ജോസഫും ദാനിയേലും പൗലോസും സീലാസൊക്കെ. അവരാരും അവരുടെ ബുദ്ധിയിലും മറ്റുള്ളവരുടെ സഹായത്തിലൊന്നും അവർ ആശ്രയിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെട്ടിരുന്നു. ഈ രാത്രിയിൽ നിൻ്റെ ജീവിതത്തിലും ആ ദൈവം ഇടപെടാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങൾ കാണിക്കാതെ, വല്ലവരെയും ഫേവർ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ച്, വല്ലവരെയും സുഖിപ്പിച്ച്, വല്ലവരെയും സന്തോഷിപ്പിച്ച്, മറ്റുള്ളവരുടെ ഫേവർ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ആ വിഡ്ഢിത്തരങ്ങളൊക്കെ മാറ്റുക. ദൈവം എന്നിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. അത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ചെയ്യണ്ട. അല്ലാതെ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി, മനുഷ്യരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി, സൗഹൃദം കിട്ടാൻ വേണ്ടി, ആദരവ് ബഹുമാനം കിട്ടാൻ വേണ്ടി നടത്തുന്ന വലിയ കെണി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മളൊരു വ്യക്തിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് മാത്രമായിരിക്കണം. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് മാത്രമായിരിക്കണം. അല്ലാതെ വേറൊരു കാരണം കൊണ്ടും ഒരാളെ സഹായിക്കാൻ പാടില്ല, ഒരാളെ സ്നേഹിക്കാൻ പാടില്ല. ഒരു ബന്ധവും ഒരു സൗഹൃദവും ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സൗഹൃദ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് വില കൊടുത്തും, ഏത് പ്രശ്നമുണ്ടായാലും, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും, നമുക്ക് എന്തെല്ലാം ദ്രോഹം ചെയ്താലും അവരെ സ്നേഹിച്ചിരിക്കണം, അവരെ സഹായിച്ചിരിക്കണം. അപ്പോഴാണ് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുള്ളൂ. ഇതാണ് ദൈവഹിതം നിറവേറ്റുന്നവരായി നമ്മൾ മാറണം. ആ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, അവൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് കടന്നു വരാം. അനുതാപമുള്ള ഹൃദയത്തോടെ, എളിമയുള്ള ഹൃദയത്തോടെ, പശ്ചാത്താപത്തോടെ കടന്നു വരുന്ന ഹൃദയങ്ങളെ, ജീവിതങ്ങളെ അവിടുന്ന് സ്വീകരിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരിയലാ ഭരഖരി രി 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 രി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റബറ ബറ 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 ബറ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ,
സഹായിക്കും, രക്ഷിക്കും. ദൈവം നിനക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് വന്നുപോയ നിമിഷങ്ങൾ, വിശ്വാസത്തിനെതിരായി ചെയ്തു പോയ ഓരോ പ്രവർത്തികളെ ഓർത്തും എല്ലാ സംവിധാനങ്ങളെ ഓർത്തും തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസം നമുക്കൊന്ന് ഏറ്റുപറയാം. 27-ാം സങ്കീർത്തനം ഹൃദയപൂർവ്വം ഏറ്റുപറയാം. പ്രിയമുള്ളവരെ, നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണം. വിശ്വാസം പ്രകടിപ്പിക്കാത്ത സ്ഥലങ്ങളിൽ തമ്പുരാൻ ഇടപെടില്ല. എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണം. ആരാധനകളിൽ നമ്മുടെ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണം. ദൈവത്തിലുള്ള വിശ്വാസം അബ്രാഹാം പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? ഏറ്റുപറയണം. മകൻ ചോദിക്കണം, അപ്പാ ബലിമൃഗം എവിടെ? ദൈവം തരൂടാ മോനെ, നീ വാ. ആൻഡ് ഗോഡ് വാസ് സോ പ്ലീസ്ഡ് ഇൻ പ്രൊക്ലെയിമിങ് ഹിസ് ഫെയ്ത്ത്. ദൈവ ആരാധന എന്ന് പറയുന്നതും പ്രകടമാക്കണം. ആരാധിക്കേണ്ട സമയമായപ്പോൾ ഇസാക്കിനെ പിടിച്ച് ബലിപീഠത്തിൽ കിടത്തുകയാണ്. അതവൻ്റെ പ്രവൃത്തിയിൽ വരികയാണ്. അല്ലാണ്ട് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിന് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, ഇതാ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ വലിച്ചെറിയുകയാണ്. ഇങ്ങനത്തെ പ്രവൃത്തികൾ വരുമ്പോഴാണ് സ്വർഗം ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മളിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് നമ്മളിത് ഏറ്റുപറയണം. 2, നമ്മളിവിടെ പാടുന്ന പാട്ടുകൾ നമ്മൾ ദൈവത്തെ സ്തുതി ആരാധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. അപ്പോൾ ആ പ്രകടനം, ആ വിശ്വാസം നമ്മൾ പ്രകടിപ്പിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ ഏറ്റവും മൂർത്തിഭാവമാണ് കുർബാന. ഒരു കുർബാന പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു മുഴുവൻ കുർബാനയാകണമെന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കുർബാന കൂടണം. 2, കുർബാനയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രാർത്ഥനകളും ഉച്ചത്തിൽ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ആ കുർബാന ദൈവത്തിൽ മുമ്പിൽ സ്വീകാര്യമാവുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു വിഡ്ഢിത്തരം നമ്മൾ കുർബാനയിൽ ചെയ്യുന്നവരാണ്. അതേ വിഡ്ഢിത്തരം നമ്മൾ ഇവിടെ വന്നിട്ടും ചെയ്യും. നമ്മൾ ഈ പാട്ടൊക്കെ കേട്ട് ചുമ്മാക്കെ കൈയൊക്കെ കൊട്ടിങ്ങനെ അങ്ങനെ കൊട്ടിയിട്ട് കാര്യമില്ല. നിൻ്റെ ആധരങ്ങൾ കൊണ്ട് ഓരോ വരികളും, നമ്മൾ ഓരോ സങ്കീർത്തനങ്ങളും വചനങ്ങളും വെച്ചിട്ടാണ് ഈ ആത്മീയ ഗാനങ്ങൾ മുഴുവൻ എഴുതുന്നത്. അപ്പോൾ അത് വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല, നമ്മൾ പാടണം. ചില വരികൾ പരിചയമില്ലായിരിക്കും, സാരമില്ല, എങ്കിലും അത് മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കുക. 2, നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, സങ്കീർത്തനം ദാവീദ് ഏറ്റുപറഞ്ഞതുപോലെ, പൗലോസ് ഏറ്റുപറഞ്ഞതുപോലെ നമ്മളും അത് ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുന്നിടത്താണ് സ്വർഗം ഇടപെടുക. അതുകൊണ്ട് ഇന്ന് ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം അവൻ നമ്മുടെ സ്തുതികളിലാണ് അവൻ വസിക്കുന്നത്. നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം ആ സ്തുതികളിൽ എത്തും. നമ്മൾ സ്തുതിക്കാതിരുന്നാൽ കർത്താവ് ഇടപെടില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വന്നിട്ട് നമ്മുടെ നാവ് സാത്താൻ കെട്ടിവെക്കാൻ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കുറച്ചുകൂടി ഉച്ചത്തിൽ പ്രൈസ് ദി ലോർഡ്. 4 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഏറ്റുപറയാം, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആ സാന്നിധ്യം ലഭിക്കുന്നത് വരെ നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവപരിപാലനയിൽ നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ സ്തുതിപ്പും ആരാധനയും നമുക്ക് ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ, ദൈവപരിപാലനയുള്ള ആശ്രയത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പം അതുകൊണ്ട് സങ്കീർത്തനൊക്കെ പറയും അല്ലേ, പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കാത്തിരിക്കുകയാണ്. കാരണം
എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? ആരാധനയിൽ, സ്തുതിപ്പിൽ. ഈ സങ്കീർത്തനങ്ങളൊക്കെ അറിയാവുന്നവനാണ് പൗലോസും സീലാസൊക്കെ. അതുകൊണ്ട് തന്നെ അവരും രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തെ കാത്തിരുന്നു. എങ്ങനെയാണ്? ഏത് കമ്പിക്കാണ് വിലക്കുറവ്, ഏത് മന്ത്രിനെ വിളിച്ചാലടാ ഊരാൻ പറ്റുക, ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഏത് SIനെ വിളിച്ചാൽ കാര്യം നോക്കുന്ന വിഡ്ഢിത്തരമൊന്നും അവർ കാണിക്കുന്നില്ല. They just trusted in their Lord and they worshipped him in the middle of the night. അത് അവിടെ ഇരുന്നവരെല്ലാവരും കേട്ടിരുന്നു എന്നാണ് പറയാം. നമ്മൾ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ചുറ്റിരിക്കുന്നവർ കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കേൾക്കാതെയുള്ള എല്ലാ സ്തുതി ആരാധനയും വേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ദൈവസാന്നിധ്യം നിറഞ്ഞെടുക്കുന്ന ഇങ്ങനെ സംവിധാനത്തിൽ വന്നിട്ട് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിൽ ആശ്രയിച്ച് നമ്മുടേതായ രീതിയിൽ നമ്മൾ ആധ്യാത്മിക കർമ്മങ്ങൾ നടത്തരുത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ആത്മീയ കർമ്മങ്ങൾ നടത്തിയാൽ സ്വർഗം അത് സ്വീകരിക്കില്ല. ആത്മീയ കർമ്മങ്ങളല്ല, ഒരു പ്രവൃത്തിയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ ദൈവത്തിന് സ്വീകാര്യമാകപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനിയും എന്തെങ്കിലും കുറേ ആത്മീയ കർമ്മങ്ങൾ ചെയ്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിച്ച് നടക്കരുത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സൗകര്യമുള്ളതുപോലെ, നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമുക്ക് തോന്നുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും സ്വർഗം നമ്മളിൽ നിന്ന് സ്വീകരിക്കില്ല. ഇങ്ങനെയൊക്കെ കുറേ പൊട്ടത്തരങ്ങൾ നമ്മുടെ ഹൃദയം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നീ മുട്ടുകുത്തിയിരിക്കണം, നീ തലകുത്തിയിരിക്കണം, നീ പള്ളിക്കൂടി എഴഞ്ഞ് നടക്കണം, നീ 40 ദിവസം ഇറച്ചി മീനും കഴിക്കാതിരിക്കണം, നീ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം. ഇങ്ങനെ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാം. അതൊന്നുമല്ല, നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു പോയി. ലാസറിൻ്റെ കുഴിമാടത്തിൽ നിൽക്കുന്ന യേശുവിനെ ലാസറിന് ഉയർപ്പിക്കാൻ പറ്റുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ ഉയർപ്പിക്കാൻ ദൈവതീശോയ്ക്ക് പറ്റുന്നില്ല. കാരണം മർത്ത, മറിയം അവരവരുടെ വിശ്വാസത്തെ പരിത്യജിച്ച് കളഞ്ഞെവിടെയോ. അതുകൊണ്ട് പറയാം, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ആ വിശ്വാസത്തിൻ്റെ അടയാളമാണ് മകളെ ആ കല്ലെടുത്ത് മാറ്റണം. നിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളം നീ കാണിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. 3 ദിവസം തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്ന യോന ഏറ്റുപറയാണ്, കർത്താവിൽ നിന്നാണ് രക്ഷ. ആ നിമിഷം ദൈവം ഇടപെടുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇടപെടാൻ തയ്യാറാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം, ഇന്ന് കർത്താവ് ഒരു വാഗ്ദാനം നമുക്ക് തരുന്നുണ്ട്. ആമോസിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ഇടപെടാൻ പോവുകയാണ്. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴവുകാർ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്ന വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ആമേൻ, ആമേൻ. നമ്മളെ പണിതുയർത്താൻ അനുഗ്രഹിക്കാനും തയ്യാറാണ്. പക്ഷേ നമ്മളിങ്ങനെ പിച്ചക്കാരെ പോലെ, നാട്ടിലെ പിച്ചക്കാരെ പോലെ നമ്പർ കളിച്ച് നടക്കരുത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക, അവൻ്റെ കാരുണ്യത്തെ സ്തുതിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് ഈ വാഗ്ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. ഒരിക്കൽ കൂടി കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഓ യേശുവേ, അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്ത വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള നിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ വാഗ്ദാനങ്ങൾ. ഈ വാഗ്ദാനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നു. കരബലത്താലല്ല, സൈന്യബലത്താലല്ല, തൻ്റെ ആത്മാവിനാൽ അവിടുന്ന് നമുക്കത് ചെയ്തു തരും. ആ വലിയ സ്നേഹത്തെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് കൈകളടിച്ചുകൊണ്ട് ഏറ്റുപാടി let us proclaim. സംഗീതം നീയൻ കോട്ടയും നീയൻ സർവവും യേശുവേ.
പാടിക്കേ. നീയൻ സംഗീതം, നീയൻ കോട്ടയും, നീയൻ സർവവും യേശുവേ. ആത്മാവിൽ ചാരുമ്പോൾ ഭയമില്ല പ്രിയനേ, ആത്മാവിൽ ഞാൻ ആരാധിച്ചിടും. കരമൊന്ന് ഉയർത്തിയടിക്കും. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. സാധ്യതകളും അസ്തമിച്ചാലും, അന്ധകാരമെന്നെ തളർത്തിയാലും, സാധ്യതകളും അസ്തമിച്ചാലും, അന്ധകാരമെന്നെ തളർത്തിയാലും, യേശു എന്റെ പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ. യേശു എന്റെ പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ. വിശ്വാസത്താൽ കണ്ടിടുന്നു ഞാൻ യേശുനാമജയം എനിക്ക്. വിശ്വാസത്താൽ കണ്ടിടുന്നു ഞാൻ യേശുനാമജയം എനിക്ക്. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. ഹല്ലേലൂയ. എന്റെ നാഥനേ യേശുവേ. എന്റെ കഴിവിൽ, എന്റെ ബുദ്ധിയിൽ, എന്റെ സ്വാധീനത്തിൽ, എന്റെ സമ്പത്തിൽ ആശ്രയിച്ച് ഞാൻ പ്രവർത്തിച്ച പറഞ്ഞുപോയ ഓരോ വാക്കുകളെ ഓർത്തും അനുദപിക്കാൻ പരിശുദ്ധാത്മാ പറയുന്നു. ഒരു നിമിഷം കൊണ്ട് അത് മുഴുവൻ ദൈവം എടുത്ത് കളയും. നീ എന്തിൽ ആശ്രയിച്ച് എന്തിൽ അഭിമാനിക്കുന്നുവോ അതൊരു നിമിഷത്തിൽ എടുത്ത് ഒറ്റ നിമിഷം കൊണ്ട് എടുത്ത് കളയാൻ ദൈവത്തിന് സാധിക്കും. അത് വെച്ച് ആരെയും പേടിപ്പിക്കരുത്, അത് വെച്ച് ആരെയും ഭരിക്കരുത്, അത് വെച്ച് കാര്യങ്ങൾ സാധിക്കരുത്. അങ്ങനെ സാധിക്കുന്നതിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടില്ല. രോഗശയ്യയിൽ നല്ല വൈദ്യനായി സൗഖ്യമേകിടും യേശുവല്ലയോ. രോഗശയ്യയിൽ നല്ല വൈദ്യനായി സൗഖ്യമേകിടും യേശുവല്ലയോ. മരണപാശം
നേറ്റ് പറഞ്ഞേ, അവൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വിശ്വാസത്തോടെ കൺമണി പോലെ മരണപാശങ്ങൾ വലച്ചിടുമ്പോൾ ഉയർന്നവൻ കരുവീടും കൺമണി പോലെ നിന്നാൽ അസാധ്യമായില്ലൊന്നും. യേശുവേ സ്തുതികൾക്ക് യോഗ്യനായോനേ, നിന്നാൽ അസാധ്യമായില്ലൊന്നും. സ്തുതികൾക്ക് യോഗ്യനായോനേ, ലോകമെങ്ങും നിൻ സാക്ഷിയായി ഞാൻ നിത്യസ്നേഹത്തെ പാടിടുമേ. ലോകമെങ്ങും നിൻ സാക്ഷിയായി ഞാൻ നിത്യസ്നേഹത്തെ പാടിടുമേ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. യേശുവേ ഹല്ലേലൂയ 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 ബലഖരി ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ രോഗപീഠകൾ, നമ്മുടെ പല രോഗപീഠകളും നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് പരിശുദ്ധാത്മാവ് പറയാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന മേഖലകൾ വരുമ്പോൾ, നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒരു സന്തോഷമില്ല, ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ വെറുതെ ചില രോഗങ്ങളാണെന്ന് പറഞ്ഞവരിതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ചില പ്രവൃത്തികൾ, സംവിധാനങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജോലിയായിരിക്കാം, ശുശ്രൂഷകളായിരിക്കാം, മറ്റ് ചില പ്രവൃത്തികളായിരിക്കാം. അപ്പം ഇവിടെയൊക്കെ നമ്മൾ നുണ പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിന്നൊരു മൂടില്ല, നമുക്കിത് പോകാൻ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചുമ്മാ ആ രോഗത്തിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞ് രോഗികളായ മക്കൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. രണ്ട്, രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആശ്രയിക്കും. അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന സങ്കടങ്ങൾ, പരിഭവങ്ങൾ പറഞ്ഞു നടക്കുക. ഇങ്ങനത്തെ നമ്പറുകളടിച്ച് നിൻ്റെ രോഗം ഒരിക്കലും സൗഖ്യപ്പെടില്ല എന്ന് യേശു പറയുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പരിഭവവും പരാതിയും സങ്കടവും നാട്ടുകാരെ വീട്ടുകാരെല്ലാം ഇങ്ങനെ ചുറ്റുമിരുത്തുക, നമ്മളെങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുക. നീ കർത്താവിനെ വിളിക്കണം, നിന്റെ ജീവിതം നീ യേശുവിന് സമർപ്പിക്കണം. അവൻ്റെ മുറിവിൽ മാത്രമാണ് നിനക്ക് സൗഖ്യം. ആ മുറിവിനോട് നിന്റെ ജീവിതത്തെ ചേർത്ത് വെക്കാതെ നിന്റെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അനേകം മക്കൾ നിങ്ങൾ വിട്ടുകളിക്കുകയാണ്. കുരിശിൽ നിന്ന് വിട്ടുകളിക്കുന്ന മക്കളുണ്ട് ഇവിടെ. യു ആർ നോട്ട് സബ്മിറ്റഡ് യുവർ ലൈഫ് ടു ക്രൈസ്റ്റ്. ആ മുറിവിൽ മാത്രമാണ് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ രോഗസൗഖ്യമുള്ളൂ. ഓരോ ദിവസങ്ങളിലും ഓരോ രോഗങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. അതിനൊക്കെ വാക്സിനും മരുന്നെടുത്ത് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നെങ്കിൽ നീ എന്ന് രോഗിയായിരിക്കും. നീ തിരിച്ചറിയുക, നിൻ്റെ രോഗസൗഖ്യം ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ആ കുരിശിൽ അവൻ്റെ മുറിവിലാണ്. ആ മുറിവിനോട് നിൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കണം. ഇനിയും വെക്കാത്ത മക്കളുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, വലിയ പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പ് ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ അഹങ്കാരമാണ്, നമ്മുടെ വീഴ്ചകൾ ഏറ്റുപറയില്ല, നമ്മുടെ പ്രയാസങ്ങൾ പറയാതെ നമ്മളതിനൊക്കെ എക്സ്ക്യൂസസ് പറയുകയാണ്. ഈ എക്സ്ക്യൂസ് പറഞ്ഞതെല്ലാം ഇന്ന് വീട്ടിലുണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ രോഗമാണെന്ന് പറയുന്നു, ചിലപ്പോൾ വീട്ടുകാർക്കൊരു സുഖമില്ല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരുത്തിയ പല സാധനങ്ങളും ഇന്ന് നിൻ്റെ വീട്ടിലില്ലേ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തമ്പുരാനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ നാട്ടുകാരെ പറ്റിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം നടക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എത്തിയ പല പീഡകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും നിൻ്റെ കുടുംബത്തിലെ ജീവിതത്തിൽ, നിൻ്റെ കമ്മ്യൂണിറ്റിയിലെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, നിൻ്റെ മക്കളുടെ ജീവിതത്തിലുണ്ട്. ഇതുപോലെ മറ്റുള്ളവരെ വിധിച്ച നിമിഷങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞു നടന്ന നിമിഷങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഭവനത്തിലുണ്ട്. നീ ആരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ
ആരെയൊക്കെ വിധിച്ചിട്ടുണ്ടോ അതിൻ്റെ ഭവനത്തിലുണ്ടെന്ന്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് കർത്താവ് പറയാം, വിധിക്കരുത്, ആരെയും വിധിക്കരുത്, നീയും വിധിക്കപ്പെടുകയില്ല. അപ്പം ഈ ഒരു മേഖലകളിൽ കർത്താവിനെ സമർപ്പിക്കണം. പ്രത്യേകിച്ച് രോഗികൾ മനസ്സിലാക്കുക, അവൻ്റെ തിരുമുറിവിലാണ് സൗഖ്യം, അല്ലാതെ വേറൊരു സ്ഥലത്തും നിങ്ങൾക്ക് സൗഖ്യമില്ല. ജ്ഞാനം 16:12 പറയുന്നുണ്ട്, മരുന്നോ ലേപന ഔഷധമോ അല്ല അവരെ സുഖപ്പെടുത്തിയത്, കർത്താവിൻ്റെ വചനമാണ്. വചനത്തിൽ ജീവിതം കൊണ്ടേ വെക്കണം, വചനാധിഷ്ഠിതമായ ജീവിതത്തിൽ രൂപാന്തരീകരണം വരുത്തണം. അപ്പോൾ നിനക്ക് സൗഖ്യമുണ്ടാവും. നീ വെറുതെ മരുന്നും അതിൽ ആശ്രയിച്ച് നിൻ്റെ രോഗപീഠകൾ സൗഖ്യപ്പെടാമെന്ന് വിചാരിക്കരുത്. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ വിഡ്ഢിയായ ദാവീദിനെ പോലെ പൊട്ടം കളിച്ച് നടക്കരുത്. കർത്താവ് പറയാണ്, ഉണരുക, കർത്താവിലാണ് നീ അഭിമാനിക്കേണ്ടത്. പീഡിതർ കേട്ട് ദൈവത്തിൽ ആശ്രയിക്കട്ടെ. ദാവീദ് പറയും, ഇതുപോലെ എന്നെ പോലെ പീഡനം അനുഭവിക്കാൻ മക്കളുണ്ട്, അവരെന്നോടൊപ്പം കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന് പറയണം. ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നാഥനെ, നീ ഏറ്റെടുത്ത അടിപ്പിണറുകൾ, നിന്റെ മുറിവിലാണ് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇനിയും ആ മുറിവിനോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് തിരിച്ചറിയുമ്പോൾ ഇതാ നാഥ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വട്ടബുദ്ധിയിൽ ഇപ്പോഴും പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പല പദ്ധതികളും ചെയ്യിപ്പിച്ചുകൊണ്ടൊക്കെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പ്രത്യേകിച്ച് നിന്റെ നാമത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കാണിച്ചു പോയ എല്ലാ വിഡ്ഢിത്തരങ്ങളെ ഓർത്ത്, നിന്റെ നാമത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്ത എല്ലാ പൊട്ടത്തരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വരുത്തിയ എല്ലാ ശാപങ്ങളുടെ ദുരിതങ്ങളെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, ആവശ്യമില്ലാത്ത പലതും ഞങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്, അതെല്ലാം ഇത് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ട്. കർത്താവേ, എടുത്തു മാറ്റണമേ എന്ന് യാചിക്കുകയാണ്. നിന്റെ അനന്ത കാരുണ്യത്താൽ അവ നീക്കം ചെയ്യപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നെ വരുത്തി വെച്ച കെട്ടുകളുണ്ട്, ബന്ധനങ്ങളുണ്ട്, രോഗപീഠകളുണ്ട്, ദുരിതങ്ങളുണ്ട്, അതിനെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, ഇതുപോലെ മറ്റുള്ളവരെ രോഗങ്ങളെ ദുരിതങ്ങളെ ഓർത്ത് ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട്, അതും ഇന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ട്. കർത്താവേ, എവിടെയൊക്കെ ഞങ്ങൾ അഹങ്കരിച്ച് മറ്റുള്ളവരെ വിധിച്ചിട്ടുണ്ടോ ആ വിധികളൊക്കെ ഞങ്ങളുടെ ഭവനത്തിലുണ്ട്, കർത്താവ് ജീവിതത്തിലുണ്ട്. ഇതാ നിന്റെ മുമ്പിൽ എളിമയോടെ ഞങ്ങൾ മുട്ടുമടക്കി സ്തുതിക്കുകയാണ്. നിന്റെ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ, നൽകണമേ, നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കണം. നിന്റെ ജീവിതം അവിടെ സമർപ്പിക്കണം, സമർപ്പിക്കണം. 2 സ്തുതി ആരാധനയിൽ ജീവിതങ്ങളുടെ എക്സ്ചേഞ്ച് നടക്കണം. ജീവിതം കൈമാറുമ്പോൾ കുരിശിലെ നിന്റെ ആ ബലിയുടെ യോഗ്യത നിനക്ക് അവൻ തരും. നിന്റെ ജീവിതം അവന് കൈമാറണം. അതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നത്. അധരം കൊണ്ടുള്ള വ്യായാമമല്ല, ഹൃദയം കൊണ്ട് നീ പാടണം. അപ്പോഴാണ് സ്വർഗത്തിന് അത് സ്വീകാര്യമാകപ്പെടുകയും സ്വർഗം നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുക. കൈകളടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ രോഗശയ്യയിൽ നല്ല വൈദ്യനായി സൗഖ്യമേകിടും യേശുവല്ലയോ. എൻ രോഗശയ്യയിൽ നല്ല വൈദ്യനായി സൗഖ്യമേകിടും യേശുവല്ലയോ. മരണപാശങ്ങൾ വലച്ചിടുമ്പോൾ ഉയർത്തവൻ കരുതിടും കൺമണി പോലെ. മരണപാശങ്ങൾ വലച്ചിടുമ്പോൾ ഉയർത്തവൻ കരുതിടും കൺമണി പോലെ. നിന്നാൽ അസാധ്യമായില്ലെന്നും യേശുവേ സ്തുതികൾക്ക് യോഗ്യനായോനേ. നിന്നാൽ അസാധ്യമായില്ലെന്നും
സൗഖ്യമുണ്ടല്ലോ. നിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് രക്ഷ നൽകിയല്ലോ യേശുവേ. നിന്റെ കുരിശിനാൽ ഞങ്ങളുടെ ശാപങ്ങൾ നീക്കം ചെയ്തല്ലോ. നിന്റെ ദാരിദ്ര്യത്താൽ ഞങ്ങളുടെ ദാരിദ്ര്യങ്ങൾ നീക്കിയവരെ യേശുവേ. ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാ ദുരിതങ്ങളും ഏറ്റെടുത്തവരെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. Oh, we give you glory, we give you glory. Hallelujah. യേശുവേ നന്ദി. God will make it. God will make it. Shura bara baria. Hallelujah raba. Hallelujah. ഇസ്രായേൽ ജനത്തിനെ 40 വർഷം ദൈവം മരുഭൂമിയിൽ നടത്തി. 2 ആഴ്ച കൊണ്ട് തീരേണ്ട പ്രശ്നം 40 വർഷമെടുത്തു. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എളിമപ്പെടുത്തുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവരെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം എങ്ങനെയാ പറയും? നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ പൂർവ്വ കാർന്നവന്മാരെ ദൈവം ഇതുപോലെ നടത്തിയെങ്കിൽ നമ്മളെ നടത്തും. നമ്മളെന്തെങ്കിലും ചെപ്പടി വിദ്യ കാട്ടിയിട്ടൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ആ ജനം 40 വർഷം ദൈവരെ നടത്തിയെങ്കിൽ നമ്മളും നമ്മുടെ പ്രശ്നങ്ങളിൽ 40 വർഷം നടക്കേണ്ടി വരും. കാരണം നമ്മളിങ്ങനെ സ്വന്തം ബുദ്ധി, കഴിവ്, നമ്പർ ഇതൊക്കെ ആശ്രയിച്ചിട്ടുള്ള ജീവിതം നിർത്താൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി സമയമധികമില്ല. അതുകൊണ്ട് പരിപൂർണമായി ദൈവത്തിലേക്ക് കടന്നു വരിക, എളിമപ്പെടുക. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്ന അർത്ഥം ദൈവപ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാൻ, ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ജനത്തിനെ നയിച്ച ദൈവം നിൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ അവൻ ചെയ്യും. മരുഭൂമിയിൽ നീരുറവൊഴുക്കിയവൻ, പാഴ്മലകളിൽ അരുവിയൊഴുക്കിയവൻ, മന്ന കൊടുത്തവൻ ഇന്നും ജീവനോടെ നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശ്രയിച്ച് നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം പറയുന്നു. യേശുവേ നന്ദി പറയുന്നു. പിതാവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഹാലെ 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 ഹല്ലേലൂയ. ഓരിയ റബറ ബറ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയമാവർത്തനം 8:16 വചനം പറയണം, നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കുവാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമാണ് 40 വർഷം അതിലെ നടത്തിയത്. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നീ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്ന് നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. അതുകൊണ്ട് ഇന്ന് സാമ്പത്തികമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അഭിമുഖ മക്കളോട് പറയുകയാണ്, എന്തിലൊക്കെയോ അഭിമാനിച്ചു പോയി, അഹങ്കരിച്ചു പോയി. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയായിരുന്നു, അവിടുത്തെ കൃപയായിരുന്നു. അതെപ്പോഴും ഏറ്റു പറയണം. എവിടെയൊക്കെയോ ലോകത്തിൻ്റെ ബുദ്ധിയും ശക്തിയും സ്വാധീനത്തിലൊക്കെ നിന്ന് എന്തൊക്കെയോ ആയി എന്നൊക്കെ വിചാരിക്കുന്ന മക്കളോട് കർത്താവ് പറയാണ്, അതാണ് നിൻ്റെ വീഴ്ച. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ ദൈവത്തിലുള്ള ആശ്രയത്വം ഏറ്റു പറഞ്ഞുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് തമ്പുരാനെ വിളിക്കണം. യേശുവേന്ന് വിളിക്കണം. ഒറ്റ വിളി. തെരുവിൽ ബർത്തമീസ് വിളിച്ചതുപോലെ ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്റെ മേൽ കനിയണമേ.
Oriara Baraka Shandala Karabariaraka Eshara Baliala Baria നീ കരുണയുള്ളവരാണല്ലോ യേശുവേ Oriara Bara 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 Ora Bara Bara Hallelujah. Closely to his side, with love and strength for each new day, he will make a way, he will make a way. മരുഭൂമിയിൽ വഴിവെട്ടിയവൻ, സമുദ്രത്തിൽ പാത വെട്ടിയവൻ, പാഴ്മലകളിൽ അരുവികൾ ഒഴുക്കിയവൻ ഇന്നും നിന്റെ കൂടെയുണ്ട്. 30 വർഷം 40 വർഷം നിങ്ങളുടെ വസ്ത്രം കീറിപ്പോയില്ല, നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞുപോയില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകിയവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അവനിലായിരിക്കണം നിന്റെ ജീവിതത്തിൻ്റെ ആശ്രയത്വം. അവനിലായിത്തീരുക എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം. ഈ 2 കാര്യങ്ങൾ വെച്ചാൽ മാത്രമേ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് ഈ രാത്രിയിൽ നിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൈവം വഴി തുറക്കും. അവൻ വഴിയും സത്യവും ജീവനുമാണ്. ഈ വഴി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്, അത് യേശുവാണ്. ആ യേശുവിൽ മാത്രമാണ് നിന്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുള്ളത്. നിന്റെ ജീവിതത്തിൽ അടഞ്ഞ വാതിൽ തുറക്കപ്പെടുന്നത് അവനിൽ മാത്രമാണ്. അവനിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പാടാം. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my God. Hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. ഒരിക്കൽ കൂടി ഏറ്റു പറയാം. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my God. Hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. By the roadway in the wilderness, he lead me. Rivers in the desert will I see. Heaven and earth will fade, but his word will still remain. And he will do something new today. Oh, God will make a way where there seems to be no way. He works in ways we cannot see. He will make a way. He will be my God. Hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. Hallelujah. Appa, hallelujah. Yeshua.
ദാവീദിന്റെ പുത്ര, എന്റെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ അനന്തകാരുണ്യത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു, നിന്റെ കാരുണ്യത്തിൽ ഞാൻ ശരണപ്പെടുന്നു. യേശുവേ, വഴികളൊക്കെ തുറക്കട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ആരാധനയിൽ ദൈവസാന്നിധ്യത്താൽ, ദൈവസ്നേഹത്താൽ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകളൊക്കെ വിട്ടുപോട്ടെ. യേശുവിലുള്ള പ്രത്യാശയേറ്റ് പറയട്ടെ. അവന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് മക്കൾ കടന്നു വരട്ടെ. ഹല്ലേലൂയ. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് തരുന്ന വചനം, ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കാൻ, നമ്മുടെ ബുദ്ധിയിലും കഴിവിലും സമ്പത്തിലുമല്ല, മനുഷ്യരിലല്ല. അതുകൊണ്ട് ഈ വചനം ഇന്നൊരിക്കൽ കൂടി നമുക്ക് നേറ്റു പറയാം. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എന്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത്. എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. നീ അരുളി ചെയ്ത വചനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം പ്രാവർത്തികമാക്കാൻ കഴിവുള്ളവരാണ് നീ എന്ന് ഞാൻ ഏറ്റുപറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അവനെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവനെ നമുക്ക് ആരാധിച്ചു പാടാം. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ഒന്നേറ്റ് പറഞ്ഞ് ആരാധിച്ചേ. നീ എന്റെ സങ്കേതവും യേശുവേ കോട്ടയും നാഥനേ നീ പ്രാണനാഥൻ. ഓ മൈ ലോർഡ്, നീ എൻ ദൈവം. യു ആർ മൈ ഗോഡ്. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയത്തോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം.
ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമാ അടിയനിതാ. അടിയനിതാ യേശുവേ, അടിയനിതാ യേശുവേ, അടിയനിതാ യേശുവേ, അടിയനിതാ. നീ എന്റെ പാലകനും യഹോവ ജൈറ, നീ എന്റെ ആശ്വാസവും you are Jehovah Shalom, നീ മാറാവിടവും Jehovah Shammah. നീ ദൈവം. Oh, we worship you, Lord. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമാ അടിയനിതാ. അടിയനിതാ യേശുവേ, അടിയനിതാ യേശുവേ, അടിയനിതാ യേശുവേ, അടിയനിതാ. കർത്താവേ, പാപികളും ബലഹീനരുമാണ് ഞങ്ങൾ, അവിശ്വാസികളാണ് ഞങ്ങൾ. ഞങ്ങളെ ഏറ്റുപറയുകയാണ്. എങ്കിലും ഇന്ന് നിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിൻ്റെ കരുണ വളരെയധികം ആവശ്യമുള്ളവരാണ് ഞങ്ങൾ. താവേ, നിൻ്റെ പ്രിയപുത്രൻ്റെ ആ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളോട് കരുണയുണ്ടാകുകയും അടിയങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. എഫേസുസ് ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയാം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളിൽ നമ്മളെ വീണ്ടെടുക്കാൻ കർത്താവ് തയ്യാറാണ്. ഏത് ദുരിതത്തിൽ നിന്നും, ഏത് പ്രശ്നത്തിൽ നിന്നും, ഏത് പ്രതിസന്ധിയിൽ നിന്നും, ഏത് രോഗത്തിൽ നിന്നും നിന്നെ സുഖപ്പെടുത്താൻ മാത്രം കഴിവുറ്റതാണ് അവൻ്റെ കുരിശിൻ്റെ ബലി. എന്നാൽ നമ്മുടെ പാപകരമായ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മുടെ ഒരു 90-95 ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നോ തീർന്നു പോകേണ്ട, എന്നോ ഉയരങ്ങളിൽ പറക്കേണ്ടവരാണ് നമ്മൾ. ഇപ്പോഴും നമ്മളിങ്ങനെ ഞെരുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളിനിയും ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ വരുന്ന വീഴ്ചകളാണ്. ഇപ്പോഴും നമുക്ക് പറ്റാവുന്നത് പോലെ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ സ്വാധീനത്തിലും നമ്മുടെ സൽപ്പേരിലും മറ്റുള്ളവരുമിലുള്ള സ്ഥാനമാനങ്ങളും ബഹുമാനികളിലൊക്കെയാണ് ഇപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത്. ഇതൊന്നും വിട്ടുകളയുവാൻ, ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് യേശുവിനെ ഏറ്റുപറയുവാൻ, യേശുവിനെ പ്രഘോഷിക്കുവാൻ, ഞാൻ യേശുവിനുള്ളവനാണെന്ന് പ്രഖ്യാപിക്കാനൊക്കെ നമുക്കിപ്പോഴും മടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതനുസരിച്ചാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വരിക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ ആ മേഖലകളിലൊക്കെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഹല്ലേലൂയ.
എവിടെയൊക്കെ നമ്മൾ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ബുദ്ധിയും കഴിയും വെച്ച് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ നിർത്തി പൊട്ടക്കിണറ്റിൽ ഓട്ടയുണ്ടാക്കാനോ പൊട്ടക്കിണറ്റിൽ തുരങ്കമുണ്ടാക്കാനൊന്നും ജോസഫും പൗലോസ്ലീഹ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ദൈവത്തിൽ ശരണപ്പെടുകയാണ്, ആശ്രയിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെയൊക്കെ പല പരിപാടികൾ ആശ്രയിച്ചത് കൊണ്ടാണ് ഇപ്പോഴും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിൽ വരണം. ഇവിടെ പൗലോസ്ലീഹ നമ്മളൊരു സത്യം പറയുകയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പം നമ്മൾ ഈ രക്ഷയുടെ അനുഭവം നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ രക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിലാണ് നമുക്ക് ഈ രക്ഷ നമുക്ക് ലഭ്യമാകുന്നത്. ക്രിസ്തുവിൽ നമുക്ക് രക്ഷ ലഭിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ രക്തം വഴിയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. ഈ രക്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രക്തമെന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത ഒരു വസ്തുവല്ല. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ജീവനാണ് രക്തമെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ പാപത്തിൽ മോചിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ ആടിൻ്റെയും കാളയുടെയും രക്തം തെളിക്കുന്ന പോലെ ഒരു രക്തം തെളിക്കുകയല്ല. അങ്ങനെ രക്തം തെളിച്ച് ആരും പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നില്ല എന്ന് ഹെബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹെബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. 9:9 അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം അർപ്പിക്കപ്പെടുന്നത്. നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. എന്നിട്ട് പറയാം, അവൻ പ്രവേശിച്ചു, 12-ാമത്തെ വചനം, അവൻ അവിടെ പ്രവേശിച്ചു നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെ അല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. അപ്പോൾ യേശു കാളയുടെയും ആടിൻ്റെയും രക്തത്തിനൊന്നും നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ദൈവം യേശുവിൻ്റെ രക്തം ചിന്തപ്പെടുന്നത്. യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ജീവനാണ്, യേശുവിനെ തന്നെയാണ്. അപ്പോൾ ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറേ കലാപരിപാടികൾ നടത്തിക്കൊണ്ടോ, കുറേ ആത്മീയ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ, കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയതുകൊണ്ടോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷ കടന്നു വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ യേശുവിനെ സ്വന്തമാക്കുന്നത് വഴിയാണ്. അപ്പോൾ ഇനിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആരോഗ്യ മേഖലകൾ, നമ്മുടെ മക്കളുടെ മേഖലകളിൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിലൊക്കെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇനിയും നമ്മൾ എവിടെ എത്തിയിട്ടില്ല. കാരണം അവനെ സ്വന്തമാക്കണം. അപ്പോൾ ഈ വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഹെബ്രായ ലേഖനം നമ്മളെ പറയുന്നുണ്ട്. എങ്ങനെയാണ്, എന്തിനാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നത്? എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മളെ ദൈവം സൃഷ്ടിച്ചതും നമ്മളെ തൻ്റെ പ്രിയപുത്രൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതും നമ്മളിങ്ങനെ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇടയ്ക്കൊന്ന് പള്ളിയിൽ പോയി കുറച്ച് ദാനധർമ്മമൊക്കെ ചെയ്ത് കുറച്ച് പറ്റാവുന്ന നന്മയൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ പരിപൂർണമായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല.
നിർജീവ പ്രവർത്തികളുണ്ട്, സജീവ പ്രവർത്തികളുണ്ട്. സജീവ പ്രവർത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതാണ് സജീവ പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിൽ ഒരു 90-95% വരെയെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇത്തരത്തിലുള്ളതാകണം. ഇതിനെയാണ് ആത്മീയത എന്ന് പറയുക. എല്ലാ വിശുദ്ധാത്മാക്കളും 99% അവരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇന്ന് നമുക്ക് തോന്നിയ കുറേ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിൽ ഉദിച്ച കുറേ കാര്യങ്ങളും നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചു വെച്ച കുറേ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, ദൈവമേ ഇതിലൊക്കെ എല്ലാം ഒന്ന് ശരിയാക്കി തരണം, അല്ലേ? കുറേ നാളൊക്കെ തമ്പുരാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. എന്നാൽ ഇനിയും നമ്മൾ ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മളുടെ പ്രവർത്തികൾ, നമ്മുടെ വാക്കുകൾ നമ്മളെ വിശുദ്ധീകരിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വിശുദ്ധീകരിക്കുന്ന പ്രവർത്തികളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവഹിതപ്രകാരം ചെയ്യുമ്പോൾ അത് നമ്മളെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. അതാണ് സജീവ പ്രവർത്തികൾ എന്ന് പറയുന്നത്. എന്നാൽ നമുക്കിഷ്ടമുള്ള ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ നേടുവാനും ഈ ലോകത്തിലെ കുറേ സ്ഥാനമാനങ്ങൾ, ബഹുമതികൾ, ആദരവുകൾ, അംഗീകാരം, പ്രശംസ, മനുഷ്യൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കുറേ പരിപാടികളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട് അത് കുറേ. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളും കൊണ്ടുവരുന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും അത് കൊണ്ടുവരില്ല. മാത്രമല്ല, വിശുദ്ധ അൽഫോൻസ് ലിഗോറി നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. ഇത്തരം പ്രവൃത്തികൾ, നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം നിരാകരിക്കും എന്ന് മാത്രമല്ല, ശിക്ഷിക്കുക കൂടി ചെയ്യും. കാരണം ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള കാലഘട്ടങ്ങൾ, ഇനി അല്പസമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. സമയം സമാഗതമായി എന്നാണ് പറയാം. അനുദപിക്കുക. എന്നാൽ ഇന്ന് സമയമെന്ന് പറയുമ്പോൾ മണിക്കൂറുകളെയാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡുകളെ ഉള്ളൂ. ഇനി ലോകത്തിൽ ഈ പരിപൂർണ പരിശുദ്ധി, ഈ വിശുദ്ധീകരണം നടത്തുവാൻ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ വിശുദ്ധീകരണം നടത്തുവാൻ ഏതാനും നാളുകളെ അവശേഷിക്കുന്നുള്ളൂ. അപ്പോഴും നിൻ്റെ ജീവിതത്തെ നീ ഒന്ന് പരിശോധിക്കുക. നിൻ്റെ ജീവിതത്തിൽ എന്തോരം സജീവ പ്രവൃത്തികളുണ്ട്, എന്തോരം നിർജീവ പ്രവൃത്തികളുണ്ട്. സജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുക. അതിലേറ്റവും പരമപ്രധാനമായ 3 കാര്യങ്ങൾ. ഒന്ന്, നിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. ഏറ്റവും അധികം ദൈവം ആഗ്രഹിക്കുന്ന പേഴ്സണൽ പ്രെയർ. മിനിമം 1 മണിക്കൂർ എല്ലാ ദിവസവും ദൈവസന്നിധിയിലിരിക്കുവാൻ സ്വർഗം നിന്നോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. 2, പരിശുദ്ധ കുർബാന. എല്ലാ ദിവസവും അത് നിന്നിലുണ്ടാകണം. ആ രക്തത്തിന് മാത്രമേ ഈ ദുരിതവും പ്രയാസങ്ങളും ദുരന്തങ്ങളും പേര് നടക്കുന്ന ലോകത്തിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ കഴിവുള്ള ഏക കാര്യം ഈ ലോകത്തിൽ നിൻ്റെ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ സാധ്യമുള്ളൂ. ഹല്ലേലൂയ. 3-ാമത്തതാണ് നിൻ്റെ കൂട്ടായ്മയിലുള്ള ജീവിതം. നിൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ദിവസങ്ങൾ മുടക്കരുത്. എന്ത് ഭൂമി കുലുക്കം ഉണ്ടായാലും യു ഷുഡ് കം ഫോർ യുവർ വർഷിപ്പ്. അവിടെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സായി ചേർന്ന് നടത്തുന്ന ആ സ്തുതിപ്പ്, ഇത് 3ഉം വളരെ വളരെ പ്രധാനപ്പെട്ട. ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ, എനിക്ക് തോന്നിയാൽ എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ 3ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നമുക്ക് സൗകര്യമുള്ളപ്പോൾ, നമുക്ക് തോന്നുമ്പോൾ, നമുക്ക് ഒരു മൂഡുണ്ടെങ്കിൽ, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്. നമുക്ക് തോന്നണ പോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നിറവേറിയെടുക്കാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ട കാര്യമല്ല അത്. അങ്ങനെ ചെയ്യുമ്പോഴും അത് വ്യർത്ഥമാണ്. അപ്പം അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്താ? ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മളെക്കുറിച്ചുള്ള നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവഹിതപ്രകാരമുള്ളതാണോ അല്ലയോ എന്ന് അറിയുവാൻ വേണ്ടി ഒരു സിമ്പിൾ ടെസ്റ്റ് മതി. അത് അവരൻ്റെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തുകൊണ്ട് മാറുന്നില്ല? രോഗങ്ങൾ, ദുരിതങ്ങൾ മാറുന്നില്ല, സാമ്പത്തിക കെട്ടുകൾ മാറുന്നില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്ന കുറേ ആത്മീയ കർമ്മങ്ങൾ ചെയ്ത് പടക്കം പൊട്ടിച്ച് കുറേ തിരിയും കത്തിച്ച് നടന്നാലൊന്നും ഈ കാര്യം നടക്കില്ല. ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ അസ് ടു കം ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിലായിത്തീരേണ്ട സമയം കഴിഞ്ഞു. ലോകത്തിൻ്റെ മേൽ വിധി പ്രസ്താവിക്കപ്പെടുന്ന സമയം വരികയാണ്. നീ ഇന്നു മുതൽ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഓരോ വാക്കിനും നാളെ നീ വിധിക്കപ്പെടുന്ന ദിവസം എടുത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ മേൽ എല്ലാ ഭരണാധിപനും, മാർപ്പാപ്പ മുതൽ കപ്പ്യാർ വരെ, ബൈഡൻ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, ചെയ്യുന്ന ഓരോ മാതാപിതാക്കൾ, ഓരോ അപ്പൻ, ഓരോ അമ്മ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നാളെ വിധി നടക്കാൻ പോകുന്ന ദിവസത്തിൻ്റെ വളരെ അടുത്തെത്തി നിൽക്കുമ്പോൾ നീ ആത്മശോധന ചെയ്യുക. നിൻ്റെ ജീവിതത്തിൽ എന്തോരം സജീവ പ്രവൃത്തികളുണ്ട്. ഇപ്പോഴും നാട്ടുകാരെയും വീട്ടുകാരെയും ലോകത്തിലുള്ള ആൾക്കാരെയൊക്കെ സന്തോഷിപ്പിക്കാനും ലോകത്തിലെന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നിർത്താൻ സ്വർഗം പറയുകയാണ്. അല്ലാതെ നമ്മുടെ ജീവിത പ്രശ്നത്തിൽ ദൈവം ഇടപെടില്ല. നമ്മൾ വിചാരിക്കും ഇന്നലെ ആ പ്രശ്നം മാറിയല്ലോ, മാറി, ഇന്നിപ്പോൾ പുതിയ വന്നിട്ടില്ലേ, അത് വരും, അതിന് 4-5 വർഷം നിങ്ങൾ തലയും കുത്തിയെന്ന് പറയുകയും അത് മാറും, അപ്പോൾ അടുത്ത സാധനം വരിക. ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞ് ജീവിക്കേണ്ടവനല്ല നീ യേശുക്രിസ്തുവിൻ്റെ രക്ഷ എന്നത് പരിപൂർണ്ണ രക്ഷയാണ്. സമ്പൂർണ്ണമായ സമഗ്ര വിമോചനമാണ് അവൻ തരുന്നത്. ആ വിമോചനം കിട്ടണമെങ്കിൽ നിൻ്റെ ജീവിതത്തെ അവൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. ഒരു വ്യക്തിയിലാണ് രക്ഷ. ആ വ്യക്തിയിൽ നീ ആയിത്തീരുക. ഇതാണ് നമ്മുടെ രക്ഷയുടെ മാനദണ്ഡം. അപ്പോൾ ആ വ്യക്തിയിലായിത്തീരുവാൻ വിരുദ്ധമായിട്ടുള്ളത് എത്ര വലിയ സാധനമാണെങ്കിലും ഈ ലോകത്തിൽ, എത്ര ശ്രേഷ്ഠമായ പദവിയാണെങ്കിലും അത് നീ ഉപേക്ഷിക്കണം. അൽഫോൻസ് ലിഗോരിയോട് ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക്, അൽഫോൻസ് ലിഗോരിയാണോ പാതിരപ്പിയാണോ എന്നറിഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രോഗത്തിൽ കിടക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രോഗമൊന്ന് മാറിയിട്ട് വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്നൊരു വ്യക്തിയാണ്, വലിയൊരു പൊസിഷനിലുള്ളൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം രോഗിയായപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറയുന്ന ഉത്തരമാണ്, ആ രോഗം സൗഖ്യമായി ആ തൊഴിൽ വീണ്ടും നീ ചെയ്താൽ നിൻ്റെ ആത്മനാശം സംഭവിക്കും. അതുകൊണ്ട് ഈ രോഗത്തോടെ നീ മരിക്കണമെന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. മരണത്തിനായി ഒരുങ്ങി നിത്യസൗഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതും മറ്റുള്ളവരോട് പറയേണ്ടതും. അപ്പോൾ ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്ന പല പ്രവൃത്തികളും നമുക്ക് നിത്യസൗഭാഗ്യം നഷ്ടമാക്കുന്നതാണ്. അതുകൊണ്ട് ഈ അവസാന നാളുകളിൽ സ്വർഗം നമ്മളെ വിശുദ്ധീകരിക്കുന്ന നാളുകളാണ്. ലോകത്തെ വിശുദ്ധീകരിക്കുകയാണ്. അതിൽ സജീവമല്ല, ദൈവഹിതപ്രകാരമല്ലാത്ത എല്ലാ പ്രവൃത്തികളിലും നമ്മൾ പിൻവാങ്ങുവാൻ അല്പം സമയം നമുക്ക് സ്വർഗം തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ ആയിത്തീരുക, യേശുവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഏകലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് വരാതെ നമുക്ക് ഈ രക്ഷ സ്വന്തമാക്കാൻ സാധ്യമല്ല. വചനം പറയുന്നത് പോലെ യേശുവിൻ്റെ ക്രിസ്തുവിൽ, എഫെസസ് ലേഖനം പറയുന്നതാണ്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പം യേശു ക്രിസ്തുവിൽ ആയിത്തീരുക.
ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മൾ അവനിലായിത്തീരുക എന്നുള്ളതാണ്. അപ്പം ഈ ലക്ഷ്യത്തിലേക്ക് ഇനിയും നമ്മൾ പലരും നീങ്ങാൻ തയ്യാറല്ല. അപ്പം അതുകൊണ്ട് സ്വർഗം നമ്മളോട് പറയാം, ഇനിയും നിങ്ങൾ വൈകിക്കരുത്. വെറുതെ നിങ്ങളുടെ വലിയ നഷ്ടങ്ങളും വലിയ വേദനകളും ദുരിതങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇന്ന് ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ആ വാഗ്ദാനം, ഇതൊക്കെ സ്വർഗം നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും നമ്മളെ അനുഗ്രഹിക്കാൻ സ്വർഗം തയ്യാറാണ്. നമ്മുടെ സാമ്പത്തിക മേഖലയും ആരോഗ്യ മേഖലയും കുടുംബ മേഖലകളൊക്കെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. പക്ഷേ അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴേ സ്വർഗം അത് തരുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദൈവകരുണയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നൂറ്റാണ്ടുകളായി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതും ക്രിസ്തുവിലൂടെ കാലത്തിൻ്റെ തികവിൽ യാഥാർത്ഥ്യത്തിൽ മനുഷ്യനുമായി പങ്കുവെക്കപ്പെട്ട ആ രഹസ്യത്തോടുള്ള നിൻ്റെ അടുപ്പം വലുതായിരിക്കണം. ഈ യേശുവിനോടുള്ള അവൻ്റെ ബലിയോടുള്ള അവൻ്റെ വേലയോടുള്ള അടുപ്പം വലുതായിരിക്കണം. 3 കാര്യങ്ങളാണ് യേശുവിൽ അടുക്കുക. ഒന്ന്, നിൻ്റെ പേഴ്സണൽ പ്രയറിൽ ചേർന്നിരിക്കണം. സ്നേഹത്തിൽ അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവനെൻ്റെ നാമത്തെ പ്രകീർത്തിക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. 91 സങ്കീർത്തനത്തിൻ്റെ മർമ്മം അവിടെയാണ്. 91 സങ്കീർത്തനം ചെല്ലുന്നവനെയൊന്നും ദൈവം രക്ഷിക്കുന്നല്ല പറയേണ്ടത്. അതിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഈ ബന്ധത്തിലുള്ള ഈ സ്നേഹത്തിനുള്ള അടുപ്പം വലുതായിരിക്കണം. മനുഷ്യ ചരിത്രത്തിൽ നിന്നുള്ള എതിർപ്പ് എത്ര ശക്തമായിരുന്നാലും അത് പ്രശ്നമാക്കാതെ എതിർപ്പിനേക്കാളും ദൈവനിഷേധത്തെക്കാളും ശക്തമായിരിക്കണം ആ അടുപ്പം. നിനക്ക് യേശുവിനോടുള്ള അടുപ്പം ഈ ലോകം നിന്നെ അനുവദിക്കുന്നില്ല. ഈ ലോകം അതിനെ എതിർക്കുന്നൊരു കാലഘട്ടമാണ്. അത് എത്ര ശക്തമാണെന്നാലും ആ യേശുവിനോടുള്ള അടുപ്പത്തിൽ നീ കൂടുതൽ ശ്രേഷ്ഠമായിട്ട് വളരണം. 2, ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം ഈ കാലഘട്ടത്തിൽ. അതിന് മാർപ്പാപ്പ പറയാണ്, ഈ കരുണ ഭൗതിക മനുഷ്യൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകുമെങ്കിലും നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിനാണ് കരുണ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. ഇനിയും ആത്മീയ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ആത്മീയ കർമ്മങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴും നമ്മളിങ്ങനെ ഭൗതിക കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും പ്രാർത്ഥനയും നൊവേനയും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ നിന്നൊരു ഷിഫ്റ്റ് വരുത്തണം. അപ്പം നമ്മളെ ദൈവം ഈ കരുണ കാണിക്കുന്നത് ഭൗതിക സന്തോഷം ദൈവം തരും. ദൈവം നിനക്ക് നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ സമൃദ്ധമായ നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ തരും. പക്ഷേ നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കരുണ ഉപയോഗിക്കേണ്ടത്. ഈ കരുണയാൽ നമ്മുടെ എല്ലാ പാപ അവസ്ഥകളിൽ നിന്നും മോചിതരായി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് ദൈവകരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലെങ്കിൽ കരുണ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഒരു ഗുണവും പ്രദാനം ചെയ്യില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ഈ ആധ്യാത്മിക കർമ്മങ്ങളും ഒരു ഗുണവും ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ചറിയുക, ഇപ്പോഴും നമ്മൾ നമ്മുടെ പാപവിശുദ്ധീകരണത്തിനും സഹോദരൻ്റെ ആത്മരക്ഷയ്ക്കും വേണ്ടി അങ്ങനെ നിത്യസ്വർഗം പ്രാപിക്കാനുള്ള ലക്ഷ്യത്തിലേക്കൊന്നും നമ്മൾ ഇനിയും എത്തിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ ഒരു മറ പോലെ വെച്ചിട്ടേ ഉള്ളൂ. ആൾക്കാരുടെ മുമ്പിലൊക്കെ നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥനക്കാരാണ്, ഞാൻ അത് ചെയ്യാറുണ്ട് പറഞ്ഞ് ആ നമ്പറൊക്കെ നിർത്തേണ്ട സമയമായി. ടൈം ഈസ് വെരി 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 നിയർ. ദ ജഡ്ജ്മെൻറ്റ് ഡേ ഈസ് വെരി ക്ലോസ്. ലോകം വിധിക്കപ്പെടാവുന്ന സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വിധിയിൽ പെടരുത്. അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് അനുദപിച്ച് ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്ന് കണ്ണുകളടയ്ക്കാം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ 2000 വർഷം മുമ്പ് തീർക്കപ്പെട്ടതാണ്. ഇനി നീ ഈ പ്രശ്നം കയറിക്കൊണ്ട് നടക്കുന്നെങ്കിൽ നീ തിരിച്ചറിയുക, അവൻ്റെ കുരിശിൻ്റെ മുറിവിനോട് നീ അടുത്ത് ചേർന്ന് നിന്നിട്ടില്ല. അവന് ജീവിതം സമർപ്പിച്ചിട്ടില്ല. അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിൻ്റെ രോഗങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും നിൻ്റെ അപമാനങ്ങളും നിന്ദനങ്ങളും നിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ശാപങ്ങൾ മുഴുവൻ 2000 വർഷം എടുത്ത് മാറ്റപ്പെട്ടതാണ്. ആ രക്ഷ സ്വന്തമാക്കണം. യേശുവിലാണ് രക്ഷ.
അവൻ്റെ രക്തം വഴിയാണ് രക്ഷ. ആ രക്തത്തിൽ ജീവനുണ്ട്. നിൻ്റെ ജീവിതം അവന് കൊടുക്കണം, പരിപൂർണമായി കൊടുക്കണം. അവനാഗ്രഹിക്കുന്നത് പോലെ, അവനാഗ്രഹിക്കുമ്പോഴൊക്കെയും അവനാഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കണം. അങ്ങനെ ഇനിയുള്ള നാളുകൾ ദൈവഹിതപ്രകാരം നിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്ത് നിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുക എന്നാണ് സ്വർഗം നമ്മളോട് പറയുന്നത്. അപ്പോൾ നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.